ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ടിപ്പിലോട്ട് പോവാം. നിത്യജീവിതത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്പ്. സാധാരണയായിട്ട് നമ്മൾ അരിയൊക്കെ കഴുകുന്ന സമയത്ത് ഇതുപോലെ വെള്ളം ഊറ്റി കളയുമ്പോൾ കൈ വെച്ചിട്ടാണ് നമ്മൾ കളഞ്ഞെടുക്കാറുള്ളത്. ഇങ്ങനെ നമ്മൾ കളയുന്ന സമയത്ത് അരിയൊക്കെ സിങ്കിലും നമ്മുടെ കയ്യിലേക്കൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒട്ടുമിക്കപ്പോഴും അതുപോലെ കുറച്ചെങ്കിലും അരി പോവാറുണ്ട്. അതൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ കൈവച്ചടിച്ചപ്പോൾ കുറച്ച് സിങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അരി കഴുകുന്ന സമയത്ത് ഇതേപോലെ കഴുകുകയാണെങ്കിൽ ഒറ്റ അരി നമുക്ക് വേസ്റ്റായിട്ട് പോവില്ല കേട്ടോ. ഇപ്പം ഞാനൊരു തവണ കഴുകി കളഞ്ഞതിന് ശേഷം രണ്ടാമതും ഇതേപോലെ വെള്ളമാക്കി നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഒരു വെള്ളം ഊറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ളൊരു കാര്യം, നമ്മുടെയൊക്കെ വീടുകളിൽ ചായ അരിപ്പ ഉണ്ടാവും. ആ അരിപ്പ എടുത്തിട്ട് നമ്മളൊന്ന് അരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും അരി പുറത്തേക്ക് പോവാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാനിതൊരു കുഞ്ഞരിപ്പ എടുത്തിട്ടുണ്ട്. ആ അരിപ്പയിലേക്ക് ഞാൻ ആ വെള്ളം ഒന്ന് ഊറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും അരി പുറത്തേക്ക് പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ അരിപ്പയിലേക്ക് ഊറ്റുന്ന സമയത്ത് തന്നെ അരിയൊന്നും പോയിട്ടില്ല. ഇനി കുറച്ച് അരി വരികയാണെങ്കിൽ ആ അരിപ്പയിൽ ഉണ്ടാവും. അരിപ്പയിലുള്ള അരി നമുക്ക് വീണ്ടും ചെരുവത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കഴുകിയെടുത്താൽ മതി. എത്ര പ്രാവശ്യം നമ്മൾ കഴുകുന്നുണ്ടെങ്കിലും ഊറ്റുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇപ്പോൾ ഞാനിത് ഒരു കപ്പിൽ കുറച്ച് വെള്ളം ഐസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ മക്കൾ വീണാലോ അതല്ലെങ്കിൽ കല്ലിച്ച ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐസ് പാക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഈ ഒരു ഐസ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് പിടിച്ചു കൊടുക്കാനായിട്ട് പാടാണ്. അപ്പോൾ ഞാനത് ഇല്ലാണ്ടിരിക്കാനായിട്ട് മോൻ്റെ ഒരു പഴയ സോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു സോക്സിനുള്ളിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഐസിൻ്റെ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ആ ഒരു ഐസ് സോക്സിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഏറ്റവും എഡ്ജിലേക്ക് ഇതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഓപ്പൺ ഇല്ലാത്ത ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് ബാലൻസ് വരുന്ന ഭാഗം നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. കെട്ടുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതേപോലെ നമുക്ക് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ സോക്സിലോ അതല്ലെങ്കിൽ തോർത്തിലോ ഒക്കെ പൊതിഞ്ഞിട്ടാണ് നമ്മൾ പിടിക്കുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു ഐസ് എത്ര സമയം വേണമെങ്കിലും കൈവച്ചിട്ട് പിടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഐസ് പിടിക്കുന്ന സമയത്ത് ഒത്തിരി നേരം നമുക്ക് പിടിക്കാനായിട്ട് പറ്റില്ല. ഇതുപോലെ ഒരു ഐസ് പാക്ക് റെഡിയാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്കോ വേദനയുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേദനകളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ വേദന മാത്രമല്ല, കൈയോ കാലൊക്കെ എവിടെയെങ്കിലും കുടുങ്ങിയിട്ട് നീല നിറത്തിലാവുക, അതല്ലെങ്കിൽ നമ്മൾ നല്ല എരിവുള്ള മസാലയൊക്കെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിനുണ്ടാകുന്ന ചുട്ടുപൊള്ളൽ, അതെല്ലാം ഈ ഒരു രീതിയിൽ ഐസ് പാക്ക് ആക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിനൊരു റിലീഫ് കിട്ടും. ഈ ഒരു സോക്സ് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഐസ് തീരുന്നത് വരെ ഈ ഒരു രീതിയിൽ പിടിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു കിഡിലൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് റെഡിയാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറുപഴം ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫോർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുകയാണെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് മിക്സിയിലും അല്ല ഫോർക്ക് വെച്ചിട്ടും അല്ല ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ചെറുപഴം 4 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഉടച്ചെടുക്കാം, അതല്ലെങ്കിൽ മിക്സിയിലായാലും ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ പഴവും പഞ്ചസാരയൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്.
ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് മൈദയാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ പഴം പഞ്ചസാരയും മെൽറ്റാക്കി എടുത്തത് വെച്ചിട്ടാണ് കേട്ടോ മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ കുറേശ്ശെ ആയിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ മൈദ ഇതേപോലെ ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ എടുത്തിട്ടുള്ള 1 ഗ്ലാസ് മൈദ മുഴുവനായിട്ടും ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് അപ്പസോഡയും അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തതിന് ശേഷം അതാ കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചുപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒട്ടും സമയം കളയാതെ നമുക്കിത് ചുട്ടെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൈ വെച്ചിട്ടല്ല സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്പൂണിൻ്റെ ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 6 എണ്ണമാണ് ഞാൻ ഒരു ബാച്ചിൽ ഇട്ടെടുക്കുന്നത്. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അതിൻ്റെ ഉൾവശം നമുക്ക് കുക്കായിട്ട് കിട്ടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. വളരെ സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. കുറഞ്ഞ സമയം മാത്രം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് തിരിച്ച് മറിച്ചൊന്ന് വേവിച്ചെടുക്കാം. അതായത് നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ബാറ്ററും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഈ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്കൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമ്മുടെ മുടിയെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകുന്നത് കുറയാനും നല്ലൊരു തിളക്കം കിട്ടാനും കട്ടിയിൽ മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കഞ്ഞിവെള്ളം. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ആയാലും കഞ്ഞിവെള്ളത്തിനേക്കാളേറെ നമ്മുടെ മുടിക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നല്ല ഒരു കളറ് കിട്ടാനും അതുപോലെ തന്നെ ഷൈനിങ് ആവാനും മുടി കൊഴിഞ്ഞു പോകുന്നത് കുറയാനും ഒക്കെ കാപ്പിപ്പൊടി നല്ല പോലെ ഹെൽപ്പ് ചെയ്യും. ഈ 2 ഐറ്റമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ആറിയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. പുളിച്ച കഞ്ഞിവെള്ളമൊന്നുമല്ല, അന്നന്ന് വെക്കുന്ന കഞ്ഞിവെള്ളം തന്നെയാണ്. അതിലേക്ക് ആ ഒരു കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് മുഴുവനായിട്ടൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ്റെ കളറ് തന്നെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലും ഉണ്ട്. ഇനി ഇത് നമുക്ക് തലയിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ മുടി കളറില്ലാത്ത ആളുകൾക്കൊക്കെ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. നല്ല ഒരു കറുപ്പ് കളറ് കിട്ടും. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ള ആളുകൾക്ക് മുടി സോഫ്റ്റ് ആവാനും ഷൈനിങ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം മോൻ്റെ തലയിലാണ് ഞാനിത് തേച്ച് കൊടുക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ തലയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ മുടി വളർന്നിട്ടുമുണ്ട്. മാത്രമല്ല നന്നായിട്ട് താരനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് കയ്യിലേക്ക് എടുത്തതിന് ശേഷം 2 കൈ വെച്ചിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. തലയൊട്ടിയിലായാലും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ തേച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കഴുകി കളയുകയാണെങ്കിൽ മുടി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ ഇവന് അരമണിക്കൂറൊന്നും വെക്കലില്ല. അവന് അലർജിയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് 10 മിനിറ്റ് മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ തന്നെ കഴുകി കളയാറാണ്. എന്നാലും എനിക്ക് ആ ഒരു ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും അത് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് കഴുകി കളഞ്ഞ് കാണിച്ചു തരാം. ഇപ്പോൾ അത് അവന് കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മുടിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കിട്ടും. നല്ലൊരു കളറും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ ടിപ്സ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ടിപ്സ് കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയറിനുള്ള റെമഡി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.